ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എള്ളു കൊണ്ടൊരു ഉണ്ടയാണ്. നമുക്കത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ടയാണിത്. നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ലതാണ്, പ്രായമായവർക്ക് നല്ലതാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഈ എള്ളും തേങ്ങയും മാത്രം പൊടിച്ചും ഉണ്ടയുണ്ടാക്കാം. ഇതിന് മധുരം ചേർക്കുന്നത് കരിപ്പെട്ടിയാണ് ഇതിന് നല്ലത്. കരിപ്പെട്ടിയും തേങ്ങയും എള്ളും. അപ്പോൾ നമുക്ക് നല്ലപോലെ കഴുകി ഉണക്കി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എള്ള് നല്ലപോലെ കഴുകി വെയിലത്തിട്ട് ഉണക്കി എടുത്താണിത്. ഇത് നമ്മൾ 1 കിലോ എള്ളുണ്ട്. പിന്നെ കുറച്ച് വേറെ വാങ്ങി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ട തയ്യാറാക്കാം. പായസം ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. എള്ള് പായസം, എള്ളുണ്ട. അപ്പോൾ നമ്മളിത് കുറച്ച് അപ്പോഴപ്പോഴുള്ള ആവശ്യത്തിന് മാത്രം എടുത്ത് ചെയ്താൽ മതിയാവും. ഇത് വറുത്തൊന്നും എടുത്തിട്ടില്ല. ഇതിപ്പം നല്ല കറുത്ത എള്ളാണ്. ഒരു ബ്രൗൺ നിറമുള്ള എള്ളുണ്ട്, വെളുത്ത നിറമുള്ള എള്ളുണ്ട്. അപ്പം നമുക്കിത് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് കരിപ്പൊട്ടിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എള്ളുണ്ടയ്ക്ക്. അപ്പം നമുക്കത് കുറച്ച് നല്ല കരിപ്പൊട്ടിയാണ്, അഴുക്കൊന്നുമില്ലാത്ത. അതുകൊണ്ട് നമുക്ക് ചീകി എടുത്താൽ മതിയാവും. നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതിനനുസരിച്ചുള്ള കരിപ്പൊട്ടി എടുത്താൽ മതിയാവും. പിന്നെ വേണ്ടുന്നത് കുറച്ച് തേങ്ങ തിരുമിയതാണ്, അതും കൂടെ നമുക്കെടുക്കാം. നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാം. എള്ളിന് വേണ്ടിയിട്ടുള്ള മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയും ചേർക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചേറെ തേങ്ങ വേണമെങ്കിലും ചേർക്കാം. നമുക്ക് അധികം ദിവസം ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, 1-2 ദിവസം ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 4 ദിവസം വരെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങയും ശർക്കരയും കൂടെ പൊടിച്ചെടുക്കാം. എള്ള് ആദ്യം പൊടിച്ചാൽ കുറച്ച് എണ്ണ പോലെ വരും. അതുകൊണ്ട് നമുക്ക് ആദ്യം ശർക്കരയും തേങ്ങയും പൊടിച്ചതിന് ശേഷം എള്ള് ചേർത്താലും മതിയാകും. അധികം ഒരുപാട് എള്ള് പൊടിഞ്ഞു പോകണ്ട. ഇപ്പം ഞാനിത് 3 കൂടെ ഒരുമിച്ചിട്ടാണ് പൊടിക്കുന്നത്, പക്ഷേ തനിയെ പൊടിക്കുന്നതായിരിക്കും. ആദ്യം ശർക്കരയും തേങ്ങയും പൊടിച്ചെടുത്തതിന് ശേഷം എള്ള് ചേർക്കുന്നതായിരിക്കും നല്ലത്. ശർക്കരയും കരിപ്പെട്ടിയും പൊടിച്ച് അതിൻ്റെ കൂടെ തന്നെ അവസാനം എള്ളും കൂടെ പൊടിച്ചെടുക്കാം. എള്ളും കൂടെ പൊടിക്കുമ്പോഴത്തേക്ക് നല്ല എണ്ണമയം പോലെ വരും. അപ്പം നമുക്കത് എടുത്തതിന് ശേഷം ഉരുട്ടിയെടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ ഇവിടുത്തെ എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിച്ചാലും മതിയാവത്തില്ല. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ കരിപ്പൊട്ടി ഇടുന്നതിന് മുമ്പേ ഉരുട്ടിയെടുക്കാം. അത് എള്ളും തേങ്ങയും കൂടി നല്ല സ്വാദാണ്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ചിലവർ ഇതിൻ്റെ എള്ളിൻ്റെ തൊലി കളഞ്ഞിട്ടും ചെയ്യും. അതിനെക്കാട്ടി ഹെൽത്തി ആയിട്ടുള്ളത് തൊലിയോടെ വെച്ച് ചെയ്യുന്നതാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.